അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നാം പറയാൻ പോകുന്ന വിഷയം, ആരോടാണ് നമ്മൾക്ക് ഏറ്റവും കൂടുതൽ പ്രിയം, സ്നേഹം ഉള്ളതെന്ന ഈ ഒരു വിഷയമാണ് ഇന്ന് നാം ഇവിടെ പറയാൻ പോകുന്നത്. ഇൻഷാ അല്ലാഹ്, ആരോടാണ് നിങ്ങൾക്ക് പ്രിയം എന്ന് ഒന്ന് കമൻറ്റ് ചെയ്യുക. മനസ്സ് കീഴടക്കിയ പ്രവാചകൻ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പെരുമാറ്റം, മനസ്സുകൾ കീഴടക്കുന്ന ആ രഹസ്യം അതെന്താണെന്നാണ് ഈ വിഷയം പറയുന്നത്. എന്തുകൊണ്ടാണ് ചിലരെ എല്ലാവർക്കും ഇഷ്ടമാകുന്നത്? എന്തുകൊണ്ടാണ് ചിലർ എവിടെ ചെന്നാലും ആളുകളുടെ ഹൃദയം കീഴടക്കുന്നത്? ഈ ചോദ്യത്തിനുള്ള ഏറ്റവും മനോഹരമായ മറുപടി നമ്മുടെ പ്രിയ പ്രവാചകൻ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിലേക്കാണ് നാം പോകുന്നത്. സ്നേഹത്തിൻ്റെ ശക്തി പ്രവാചകൻ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കണ്ടുമുട്ടുന്ന ഓരോരുത്തരോടും ഓരോ ആളുകളോടും പുഞ്ചിരിയുടെയും കരുണയുടെയും ആണ് പെരുമാറിയുന്നത്. അവിടുത്തെ പെരുമാറ്റം കാരണം ഓരോ സ്വഹാബിക്കും പ്രവാചകന് ഏറ്റവും പ്രിയപ്പെട്ടതാണ് ഞാനാണെന്ന് തോന്നുമായിരുന്നു. അതാണ് യാഥാർത്ഥമായ മഹത്വം. ഒരു ദിവസം പ്രവാചകരോട് സ്വഹാബി ചോദിച്ചു, അള്ളാഹുവിൻ്റെ ദൂതരെ, താങ്കൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തി ആരാണ്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറുപടി പറഞ്ഞു, അത് ഉമ്മഹാത്തുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹയാണ്. പിന്നീട് ആ സ്വഹാബി ചോദിച്ചു, പുരുഷന്മാരിൽ അങ്ങക്ക് ആരോടാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം? അബൂബക്കർ റളിയല്ലാഹു അൻഹു, അതുപോലെ ഉമർ റളിയല്ലാഹു അൻഹു. അങ്ങനെ മറുപടി പറഞ്ഞു. ഈ മറുപടി ആ സ്വഹാബിയുടെ വിനയവും സത്യസന്ധതയും എന്താണെന്ന് പഠിപ്പിച്ചു. ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഇതിൻ്റെ പൊരുൾ ഞാൻ പറയാം. ഇസ്ലാമിൻ്റെ കടുത്ത ശത്രുവായിരുന്ന അദിയ് ഒരിക്കൽ മദീനയിലെത്തി. പ്രവാചകൻ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തെ പുഞ്ചിരിയോടെ സ്വീകരിച്ചു. വീട്ടിലേക്ക് കൈ പിടിച്ചു കൊണ്ടുപോയി. വഴിമധ്യേ ഒരു സ്ത്രീയുടെ പരാതി ശ്രദ്ധയോടെ കേട്ടു. ഒരു ദരിദ്രൻ്റെ വിഷമം കേട്ടു. സ്വന്തം വീട്ടിലെ ഏക ഇരിപ്പിടം പോലും ആ അതിഥിക്ക് വേണ്ടി നൽകി. ഈ പെരുമാറ്റം അതിയിൻ്റെ ഹൃദയം മാറ്റിമറിച്ചു. അവസാനം അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു. ഇതിൽ നിന്ന് ഉൾക്കൊള്ളേണ്ട പാഠം, മനുഷ്യരുടെ ഹൃദയം കീഴടക്കുന്ന ആ രഹസ്യം, മനസ്സ് കീഴടക്കാൻ ശക്തിയല്ല വേണ്ടേ, സമ്പത്തല്ല നമുക്ക് വേണ്ടത്. ഒരു പുഞ്ചിരി മതി, അല്ലെങ്കിൽ ഒരു നല്ല വാക്ക് മതി, അല്ലെങ്കിൽ ഒരു കരുണയുള്ള പെരുമാറ്റം, അത് മതി ഒരു മനുഷ്യൻ്റെ ഹൃദയം കീഴടക്കാൻ. അപ്പോൾ എന്താണ് ഇവിടെ ചിന്തിക്കുന്നത് എന്ന് പറയാം. നല്ല ദയയോടുകൂടി പെരുമാറാനും മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്താനും കഴിഞ്ഞാൽ നാം ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നമുക്ക് നേടിയെടുക്കാനും കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവം, അവിടുന്ന് പറഞ്ഞു തന്ന ഓരോ കാര്യങ്ങളും ജീവിതത്തിൽ പകർത്താൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. നിങ്ങൾക്ക് ഇഷ്ടമായാൽ പരമാവധി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആരെങ്കിലും ഒരാൾ ചെയ്താൽ അതിൻ്റെ ഒരു പ്രതിഫലം നമുക്ക് കിട്ടുമല്ലോ ഇൻഷാ അല്ലാഹ്.